ഹായ് നമസ്തേ. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ടുപേരുടേതാണ്. രണ്ടിൽ ഒരാൾക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് റൂട്ടച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹെയർ കേൾസുള്ള ഹെയറാണ്, തിന്നാണ് ഹെയർ. കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ആ ഹെയർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ മിന്നുവിൻ്റേതാണ്. മിന്നു 1 വർഷത്തോളമായി നമ്മുടെ അടുത്ത് നിന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഹെയർ നല്ല കേൾസുള്ള ഹെയറും ഫ്രിസി ആയിരുന്നു, നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. ഇപ്പം നല്ല ഹെയർ ആയിട്ടാണ് അത് കിളിർത്ത് വന്നിരിക്കുന്നത്. അതുപോലെ നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്. അപ്പം റൂട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയറും കാണാം. നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുക ഹെയർ. നമുക്ക് രണ്ടുപേരെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ, കേൾസുള്ള ഹെയറാണ്. അപ്പം കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ഹെയർ ചെയ്തിരിക്കുന്നത്. ഹെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള ഹെയർ ആയിട്ട് കിട്ടി. കാരണം ഈ തിന്നായിട്ടുള്ള ഹെയർ എപ്പോഴും കുറച്ചൊന്ന് ഷോർട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കിളിർത്ത് വരുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിട്ടായിരിക്കും കിളിർത്ത് വരുന്നത്. പിന്നെ ഈ ഹെയറിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഹെയർ കളറോ ഒന്നും ചെയ്യാത്ത ഹെയർ ആയതുകൊണ്ട് ഹെയറിന് കുഴപ്പമൊന്നും വരത്തില്ല. പ്രോട്ടീൻ ചെയ്തില്ലെങ്കിലും ഹെയറിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പ്രോട്ടീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഹെയർ കിളിർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ചെയ്യാൻ പറയുന്നത്. ഫേസിനൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റെ ഹെയർ ചെയ്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ശിവ ചേച്ചി. ഇതാണ് രണ്ടാമത്തെ ഹെയർ മിന്നുവിൻ്റേത്. മിന്നുവിൻ്റെ ഹെയർ നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ കേൾസൊക്കെ പോയി ഒരു 50% കൂടുതൽ കേൾസ് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ മിന്നുവിൻ്റെ ഹെയർ കിളിർത്ത് ഇറങ്ങുന്നതും, കാരണം സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് പോലും. അപ്പം ഇപ്പം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ റൂട്ട് ടച്ച് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ലെങ്ത് കുറച്ചിട്ടില്ല. എന്നാലും ചെറിയ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, ചെറുതായിട്ട് ചെതറിക്കിടന്ന ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് മിന്നു. ഞാനിപ്പം ഷീബാൻറ്റിയുടെ അടുത്ത് വരുന്നത് ഇപ്പോൾ 2ാമത്തെ തവണയാണ്. എൻ്റെ ഹെയർ ആണെങ്കിൽ ഭയങ്കര കേളി, വേവി, ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സ്റ്റൈൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഷീബാൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഹെയർ ചെയ്ത് ഞാനപ്പോൾ ഇപ്പോൾ 2ാമത്തെ വട്ടമാണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പണത്തെക്കാളും അത്യാവശ്യം കുറച്ച് ലെങ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ക്രൗൺ ഏരിയയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനി റൂട്ട് ടച്ച് ചെയ്യുമ്പം ഇതിലും കേൾസ് കുറഞ്ഞായിരുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളാണ്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്ക് ഞായറും തിങ്കളും എത്തുന്നത്. അല്ലാതുള്ള എല്ലാ ദിവസങ്ങളിലും അവിടെ വർക്കിംഗ് ആണ്. കാരണം ഞാൻ എത്തുന്നത് ബുക്കിംഗ് അനുസരിച്ച് ഞായറും തിങ്കളും എന്ന് മാത്രം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.